ഈ പടത്തിലെ പെൺകുട്ടി എന്ന ഒരു കവിത, അത് ഞാൻ കെ അജിതയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. അജിതയെ 18 വയസ്സുള്ള അജിതയെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ഒരു ചിത്രം. അത് വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. മനോരമയിലെ ഫോട്ടോഗ്രാഫർ അന്ന് എടുത്തതാണ്. ഒരുപക്ഷെ ആ ചിത്രം എടുത്തതുകൊണ്ട് മാത്രമാണ് അജിത് ജീവനോടെ രക്ഷപ്പെട്ടതെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട കാലം മുതൽ എൻ്റെ മനസ്സിൽ ഈ ചിത്രം, എനിക്ക് ഒരു ചെറിയ കുട്ടിയാണ്, ആ ഒരു 18 വയസ്സ് മാത്രമേ കുട്ടിക്കുള്ളൂ, ഒരു ജമ്പറും ഇതൊക്കെ ഇട്ടിട്ട് എൻ്റെ മനസ്സിൽ പിന്നെ അവർ ജീവിച്ച ജീവിതം എനിക്കത് മറക്കാൻ കഴിഞ്ഞില്ല, ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചിത്രം കവിതയുടെ ഭാഗമായിട്ടുള്ള ഒരു കവിതയാണ്. ഈ പടത്തിലെ പെൺകുട്ടി, പേര് കെ അജിത, പ്രായം 18, കാൽശരായിയും ജമ്പറുമിട്ട് സങ്കടപ്പെട്ട് സൂര്യൻ ഉദിക്കാ ദിക്കിലേക്ക് കണ്ണട്ട് പകച്ച് ആണ്ട് 68. ഈ പടത്തിൽ ഈർപ്പമില്ല, പൂപ്പൽ പിടിച്ചില്ല. കാടരിച്ച് വളഞ്ഞു പിടിച്ച് നാട്ടുകാർക്ക് കാണാൻ കൊണ്ടു നിർത്തും ഈ പടത്തിലെ പെൺകുട്ടി. പക്ഷേ ഈ പടം വെട്ടിറങ്ങി നടന്നു. 8 കൊല്ലം ജയിലിൽ കിടന്നു. 2 മക്കളെ പെറ്റു വളർത്തി. ചോറ് വെച്ചു, കുളിച്ചു, നനച്ചു. വക്ക് നീളെ പുഴു കാർന്നു തിന്നും പച്ചില പോലിരിക്കും ഈ മണ്ണിൽ. നോവു തീണ്ടിയ നേരങ്ങൾ തോറും ഒച്ച വെച്ചു, കൈ ചൂണ്ടി വിറച്ചു, തീ പിടിച്ച പോലെ ഓടി നടന്നു. ഈ കവിത പകുതിയിൽ നിർത്തി. ഫോൺ എടുത്തു ഞാൻ നമ്പർ അമർത്തി. അജിതയല്ലേ, സുഖമല്ലേ, എല്ലാം ഓർമ്മയാണോ, മറക്കുകയാണോ? ഓർമ്മയാണ് സകലവും, ഓർമ്മയാണ് സകലവും. എൻ്റെ കുഞ്ഞിലേ പോലെ മാമടിത്തട്ടിൻ ചൂടുപോലെ പഴകിയ നോവും. ഓർമ്മയാണ് സകലവും, എൻ്റെ കുഞ്ഞിലേ പോലെ മാമടിത്തട്ടിൻ ചൂടുപോലെ പഴകിയ നോവും. തീർച്ചയുണ്ടോ വഴികളിൽ ആവോ കാട്ടുതാരയിൽ ചൂരുപോലെന്നെ കൊണ്ടുപോകുന്നത് ഓരോ വിളികൾ. കാട്ടുതാരയിൽ ചൂരുപോലെന്നെ കൊണ്ടുപോകുന്നത് ഓരോ വിളികൾ. കെട്ട കാലം, നിരാശയുണ്ടോ? ഇല്ല, ആശയുണ്ടതു തീരുകയില്ല. നീരിനുള്ള ദാഹം പോലെ, അന്നം തേടി എന്നും വിശക്കുന്ന പോലെ. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. ഈ പടത്തിൽ അവളുടെ ചുറ്റും 10 പേരുണ്ട്. പിന്നെയും ആൾക്കാർ പിന്നിലുണ്ട്, ഫ്രെയിമിൽ പെടാതുണ്ട്. കൂർത്തു കുത്തിപ്പറിക്കുന്ന നോട്ടം, കൊന്നു തിന്നാൻ കൊതിച്ചുള്ള നിൽപ്പ്. ഈ പടം കഴിഞ്ഞ് 5 നൂറ്റാണ്ടിനൊത്ത മീശയും പേശിയും തോക്കും ഉദ്ധരിക്കുന്ന ലാത്തിയുമായി 5.5 പതിറ്റാണ്ടു പോയിട്ടും ഇന്ന് ഞാൻ ഈ വരികൾ എഴുതും പുല്ലുപോലുള്ള നേരം വരേക്കും. ഈ പടത്തിൽ അവൾ ഒഴിച്ചുള്ള ഒരൊറ്റ നിൽപ്പാണ് അനക്കമില്ലാതെ. ഈ പടത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടു നിർത്തിയ സ്റ്റേഷൻ്റെ മുന്നിൽ കൊച്ചു പെണ്ണവൾ നിന്നിടം കാണാദൂരമായി തുറക്കുന്ന വാതിൽ.